തിരുവനന്തപുരം വെഞ്ഞാറമൂട് KSRTC ബസ്സിൽ നിന്ന് അർദ്ധരാത്രി വിദ്യാർത്ഥികളെ ജീവനക്കാർ ഇറക്കിവിട്ടു. തിരുവനന്തപുരം കട്ടപ്പന KSRTC സൂപ്പർഫാസ്റ്റ് ജീവനക്കാർക്കെതിരെയാണ് പരാതി. രണ്ടുപേർക്കുള്ള ടിക്കറ്റിന് അധിക തുക ഈടാക്കിയെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. പരാതിയെ തുടർന്ന് KSRTC വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് കോളേജ് വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികൾക്ക് ദുരനുഭവം. അർദ്ധരാത്രിയിൽ യഥാർത്ഥ സ്റ്റോപ്പിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ഇറക്കിവിടുകയായിരുന്നു. വെഞ്ഞാറമൂട് KSRTCക്ക് സ്റ്റോപ്പില്ല എന്നായിരുന്നു വിശദീകരണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂടേക്ക് യാത്ര ചെയ്യാനായിട്ടാണ് ബസ്സിൽ പോയത്. അപ്പോ ബസ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാനുള്ള സമയമായി. ടിക്കറ്റ് ഞങ്ങൾ പറഞ്ഞതിനും പറഞ്ഞു, ഇല്ല വെഞ്ഞാറമൂട് വഴിയല്ല പോകുന്നത്, നാഗർകുഴി വഴിയാണ് പോകുന്നത്, ഒന്നെങ്കിൽ നാഗർകുഴി ഇറങ്ങണം ഇല്ലെങ്കിൽ അമ്പലമുക്ക് ഇറങ്ങണം എന്ന രീതിക്കാണ് സംസാരിച്ചത്. പിന്നെ മറ്റേ വഴി പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ കണ്ടക്ടറും ഡ്രൈവറും കൂടി കുറച്ച് ബഹളൊക്കെയായി. വെഞ്ഞാറമൂട് ബസ്സുകൾ കയറുന്നില്ല എന്ന വ്യാപകമായ പരാതിക്ക് പിന്നാലെയാണ് അർദ്ധരാത്രിയിൽ വീണ്ടും പരാതിയുണ്ടാകുന്നത്. വിദ്യാർത്ഥികളോട് ഇറങ്ങാനാവശ്യപ്പെട്ട നാഗരകുഴിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് വെഞ്ഞാറമൂട് സ്റ്റോപ്പ്. വെഞ്ഞാറമൂട്ടിലേക്കുള്ള യാത്രയ്ക്കായി കിളിമാനൂരിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. സ്ത്രീകളെ പെരുവഴിയിൽ ഇറക്കരുത് എന്ന ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും പരാതികൾ വരുന്നത്. അതേസമയം സംഭവം അന്വേഷിക്കാൻ വിജിലൻസിനെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.